പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്? പീരിയഡ്സ് എല്ലാ 28 ഡേയ്സ് 28 ദിവസവുമായിട്ട് കിട്ടുന്ന പേഷ്യൻസിന് 28ാം ദിവസം, ഇപ്പോൾ ഡിസംബർ 1 ആയിരുന്നു പീരിയഡ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 28 പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ അത് പോസിറ്റീവായിട്ട് കാണും. ഏർലി മോർണിംഗ് സാമ്പിൾ വേണമെന്ന് ഇല്ല, അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പിന്നെ എല്ലാ 35 ഡേയ്സ് പീരിയഡ് ഉള്ള ആൾ 35 ഡേയ്സ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡിസംബർ 1 പീരിയഡായ ഒരു ജാനുവരി 4 പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ട് 50 രൂപയ്ക്ക് പ്രഗ്നൻസി കിറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച് കിട്ടും. വീട്ടിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റേ ഉള്ളൂ. രക്തത്തിൻ്റെ പരിശോധന BHCG ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ നമ്മൾ കാശ് കളയുക, 550 രൂപ കളയുക, നമുക്കൊരു കുത്തും കിട്ടി ബ്ലഡും ടെസ്റ്റ് ചെയ്യണം, ഹോസ്പിറ്റലിൽ പോയി അത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ വിവരം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. BHCG പോസിറ്റീവ്, അത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അതപ്പോൾ 50 രൂപയുടെ കിറ്റ് ചെയ്തപ്പോഴേ നമുക്ക് മനസ്സിലായി. പിന്നെ പ്രഗ്നൻസിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, അപ്പോൾ ഡിസംബർ 1 പീരിയഡ് ആയിരുന്നെങ്കിൽ ജനുവരി ഒരു 15 ആകുമ്പോൾ ഒരു സ്കാൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും പ്രഗ്നൻസി വളരുന്നുണ്ടോ, നാഡിയിടിപ്പ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കാണുന്നുണ്ടോ, പ്രഗ്നൻസി ഗർഭാപാത്രത്തിനകത്ത് തന്നെയാണോ, ട്വിൻസ് ആണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞൊരു 2-3 ആഴ്ച കഴിഞ്ഞ് പോയി സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ BHCG അപൂർവമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് അല്ല, സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, ട്യൂബിൽ ഗർഭമുണ്ടോ എന്നൊരു സംശയം വരും. അപ്പോൾ നമ്മൾ BHCG ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്യും. ഇപ്പോൾ സാധാരണ നല്ല ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ, വളരുന്ന പ്രഗ്നൻസി ആണെങ്കിൽ അത് 48 മണിക്കൂറിൽ ഒരു ഓൾമോസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ അങ്ങനെ ഇരട്ടി ആയില്ലെങ്കിൽ ചിലപ്പോൾ അത് വളരുന്നില്ലെന്നാണ് അർത്ഥം. ട്യൂബിൽ ഗർഭമാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമോ വളരുന്നില്ലെങ്കിൽ. പിന്നെ നമ്മൾ ചിലപ്പോൾ ട്യൂബിൽ ഗർഭമാകുമ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അത് അബ്സോർബ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ BHCG ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മുന്തിരിക്കൊല ഗർഭമാകുമ്പോൾ ആ BHCG ലെവൽ താഴെ വരണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം BHCG ചെയ്താൽ മതി.